പിന്നെ ഇതാ സ്റ്റാമിന എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 3 മണിക്കൂർ ലൈക്ക് അടുപ്പിച്ച് ഇരുന്ന് നിങ്ങൾ 2 വർഷം പഠിച്ച 4 സബ്ജക്റ്റ് മൊത്തം സിലബസ് നിങ്ങൾ എന്തെഴുതാ? എക്സാം എഴുതാം ഫൈനൽ ഡേയിൽ. അപ്പോൾ അതിനുള്ള സ്റ്റാമിന ഇപ്പം തന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇടയ്ക്ക് നിങ്ങൾക്കിങ്ങനെ ചില ദിവസം ഓഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു 3 മണിക്കൂർ ഇരുന്നിട്ട് മുന്നത്തെ പ്രീവിയസ് ഇയർ പേപ്പർ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അത് ലൈക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സിലബസ് ഒരു 100% കവർ ചെയ്ത ശേഷം ആണ് നിങ്ങൾ മോക്ക് എഴുതാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ പറയാം, 100% ആരും കവർ ചെയ്യൂല. കവർ ചെയ്യാൻ പറ്റൂല എന്നല്ല പറയുന്നത്, പക്ഷേ അത് നടക്കുന്നൊരു കാര്യമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രീവിയസ് പേപ്പേഴ്സ് ചെയ്യണം. ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങുക. ഇപ്പം തന്നെ ഇടയ്ക്ക് ഒരു പ്രീവിയസ് പേപ്പർ എടുക്കുക, ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞ പോലെ അനലൈസും ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും. ഓക്കെ, അത് മൈൻഡാക്കണ്ട. ഓക്കെ, പക്ഷേ ആ ടോപ്പിക്സ് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി എടുത്ത് പഠിച്ച് ഒന്നുകൂടെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ എന്താ ഗുണം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലുള്ളത് അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളത് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും.